Welcome all. I am Tejma, representing Department of Computer Application, Don Bosco College, Kottayam. Today we are trying to discuss about derivative of inverse trigonometric functions. Inverse trigonometric functions ഡെറിവേറ്റീവുകളെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിനെ പറ്റി നമുക്കറിയാമല്ലേ, സൈൻ, കോസ്, ടാൻ അതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ്. ഇവിടെ നമ്മൾ inverse trigonometric functions, that is sin inverse, cos inverse, tan inverse, sec inverse, cosec inverse, cot inverse എന്നതിനെ പറ്റിയാണ് നമ്മൾ ഈ ക്ലാസ് നമ്മൾ അവയുടെ ഡെറിവേറ്റീവ്സിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ പറയും നമ്മൾ ഓൾറെഡി ആ റിസൾട്ട് എല്ലാം പഠിച്ചിട്ടുണ്ടല്ലോ. ശരിയാണ്. നമ്മൾ ആദ്യം റിസൾട്ട്സ് ഓഫ് ഡെറിവേറ്റീവ്സ് നമ്മൾ പറഞ്ഞപ്പോൾ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനെയും അതുപോലെ തന്നെ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ്റെ റിസൾട്ടോടെ ചേർത്താണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിനകത്ത് റിസൾട്ടുകളെല്ലാം നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എന്താ പറയുക ഒന്ന് പഠിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് ഇങ്ങനൊരു സെക്ഷൻ നിങ്ങളുടെ സിലബസ് തന്നിട്ടുള്ളതുകൊണ്ടാണ് അങ്ങനൊരു ഇത് വരുന്നത്. ഇൻ കേസ് നിങ്ങൾക്ക് ആ റിസൾട്ട് പ്രൂവ് ചെയ്യാൻ ചോദിച്ചാൽ എപ്രകാരം നമുക്കിത് പ്രൂവ് ചെയ്യാം. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് സൈൻ വേഴ്സ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഈ കേസിന് 4 മാർക്കിന് ചോദിച്ചാൽ ആ കേസ് നമുക്ക് എന്ത് ചെയ്യാൻ കാണിക്കണം? സൈൻ വേഴ്സ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/√1 - x² എന്ന് മാത്രം എഴുതിയാൽ പോരാ. എന്ത് എഴുതണം? അത് എങ്ങനെയാണ് കിട്ടിയതെന്ന് പ്രൂവ് ചെയ്ത് കാണിക്കണം അല്ലേ? അപ്പം ആ പ്രൂഫ് എപ്രകാരമാണ് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഈ സെഷനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ അതിനകത്ത് രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം സെയിം ഫോർമാറ്റ് തന്നെയാണ് വരുന്നത്. ആ ജസ്റ്റ് സൈനിന് മാത്രമൊക്കെ വ്യത്യാസം വരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ഞാൻ മെയിനായിട്ടും ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് സൈൻ വേഴ്സ് ഓഫ് എക്സിൻ്റെയും ടാൻ വേഴ്സ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് പ്രൂവ് ചെയ്ത് കാണിക്കും. ബാക്കിയുള്ള ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനുകളുടെ ഡെറിവേറ്റീവ്സ് നിങ്ങൾ തന്നെ എന്ത് ചെയ്ത് നോക്കാവുന്ന ഈ പറഞ്ഞ ഈ മെത്തേഡ് പോലെ തന്നെ വലിയ വ്യത്യാസമൊന്നുമില്ല. സെയിം മെത്തേഡ് നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള കുറച്ച് റിസൾട്ടുകൾ നമ്മളോട് യൂസ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തെടുക്കാൻ പറ്റും? ഡെറിവേറ്റീവ്സ് നമുക്ക് പ്രൂവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. സോ ഈ രണ്ട് പ്രൂഫ് ഞാൻ ഈ സെഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യും. ബാക്കിയുള്ള പ്രൂഫ്സ്, അതായത് ടോട്ടൽ തന്നെ ഉണ്ട് 6 ഇൻവേഴ്സ് ഫംഗ്ഷൻസ് ഉണ്ട്. അതിനകത്ത് 2 ഡിസ്കസ് ചെയ്യും. ബാക്കി 4 നിങ്ങൾ എന്ത് ചെയ്യുക? തന്നെ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. എന്താ സ്റ്റെപ്പിന് വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഓൾമോസ്റ്റ് സെയിം രീതിയിൽ തന്നെ പോയാൽ മതി. വലിയ മാറ്റമൊന്നും തന്നെ ഇല്ല. So the first question, find the derivative of sin inverse of x. Sin inverse of x ന്റെ ഡെറിവേറ്റീവ് ആണ് നമുക്ക് കാണേണ്ടത് അല്ലേ? അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഈ sin inverse of x എന്ന് പറയുന്ന ഫംഗ്ഷന് y-യിലേക്ക് നമ്മൾ പേര് കൊടുക്കുന്നു. ദാറ്റ് ഈസ് ലെറ്റ് y is equal to sin inverse of x. അങ്ങനെയെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഞാൻ ഈ sin inverse ഇവിടെ കൊണ്ടുവരുന്നു, ഇങ്ങനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുവരുന്നു. therefore ഇൻവേഴ്സ് ഈക്വലിൻ്റെ ഇപ്പുറത്ത് പോകുമ്പോൾ എന്തായിട്ട് മാറി? ഇൻവേഴ്സ് അങ്ങ് പോയി ബാക്കി സൈൻ മാത്രം വരും. therefore സൈൻ y is equal to x എന്ന് എഴുതാം. മനസ്സിലായോ? y is equal to സൈൻ ഇൻവേഴ്സ് ഓഫ് x എന്ന് എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ലെറ്റ് y is equal to സൈൻ ഇൻവേഴ്സ് ഓഫ് x. therefore we can say that sin y is equal to x. then take in derivative on both sides with respect to x. that is dy dx of sin y is equal to d by dx of x. ലെഫ്റ്റ് ഹാൻഡ് സൈഡിനെ സംബന്ധിച്ച് ഡെറിവേറ്റീവ് എടുക്കേണ്ട വേരിയബിൾ എക്സും ഫംഗ്ഷൻ എന്തിലുമാണ്? വൈയിലുമാണ്. അപ്പോൾ ആദ്യം സൈൻ വൈ ഡെറിവേറ്റീവ് കാണുക, എന്തുകൂടെ മൾട്ടിപ്ലൈ ചെയ്യുക? ഡി വൈ ബൈ ഡി എക്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. സൈൻ വൈ ഡെറിവേറ്റീവ് ഈസ് കോസ് വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ഈസ് 1. therefore we can say നമുക്ക് എന്താ വേണ്ടത്? dy by dx അല്ല വേണ്ടത്. therefore dy by dx is equal to 1 by cos y. ഇപ്പം നമ്മൾ കൊണ്ടു നിർത്തി. ഇനി ജസ്റ്റ് എന്ത് മാത്രമേ ഉള്ളൂ? ജസ്റ്റ് ഇതിൻ്റെ റിവേഴ്സ് ആപ്ലിക്കേഷൻ മാത്രമേ ഉള്ളൂ. കോസ് വൈ വരെ നമ്മൾ പറഞ്ഞു. അപ്പോൾ dy by dx is equal to കോസ് വൈ വരെ പറഞ്ഞു നിർത്തി. ഇനി എന്താണ് വേണ്ടത്? ഇനി നമ്മൾ ഈ വൈയുടെ വാല്യൂ ഈ മുമ്പുള്ള സ്റ്റെപ്പുകളിൽ നമ്മൾ എടുത്തെഴുതുന്നു. ദാറ്റ് ഈസ് മുമ്പുള്ള സ്റ്റെപ്പുകളിൽ എവിടെയെങ്കിലും വൈയുടെ വാല്യൂ കൊടുത്തിട്ടുണ്ടോ നോക്കും. therefore ഇവിടെ എന്ത് കൊടുത്തിട്ടുണ്ട്? സോറി, അങ്ങനെ വേണ്ട. സോ ഇവിടെ ബസ് നമ്മൾ നിർത്തി. therefore dy by dx is equal to 1 by cos y എന്ന് എഴുതി. ഇനി നമ്മൾ നമുക്ക് പല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറഞ്ഞാൽ 2-3 അതായത് ഒരു പ്രോബ്ലം നമുക്ക് പ്രൂവ് ചെയ്യേണ്ട പല മെത്തേഡ്സ് ഉണ്ട് അല്ലേ? അപ്പോൾ അത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ മെത്തേഡ് വന്നത് വീണ്ടും തിരിച്ച് റിവേഴ്സ് ആപ്ലിക്കേഷൻ അപ്പോൾ കുറച്ച് എളുപ്പമായിട്ടുള്ള മെത്തേഡിലേക്ക് നമുക്ക് പോകാം.
ഞാൻ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് ഇത് പറയണോ അതോ വേണം ജസ്റ്റ് കൺഫ്യൂഷൻ ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത്. അപ്പോൾ ഇത് ഞാൻ ഇനി പറയാൻ പോകുന്ന മെത്തഡായിരിക്കും ഒരുപക്ഷെ നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് എളുപ്പമെന്ന് തോന്നും. അപ്പോൾ dy/dx = 1/cos വരെ കൊണ്ട് നിർത്തി. പക്ഷെ നമുക്ക് അറിയാവുന്ന റിസൾട്ട് ഏതാണ്? d/dx of sin inverse of x is 1/√1 - x² എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഈ റിസൾട്ടിലേക്ക് നമുക്ക് എത്തിച്ചേരണം. ഇവിടെ നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ഡെറിവേറ്റീവ് റിസൾട്ട് ഇൻ ടേംസ് ഓഫ് എക്സ് ആണ്. പക്ഷെ ഇവിടെ നമുക്ക് കിട്ടിയേക്കുന്ന ഡെറിവേറ്റീവ് റിസൾട്ട് എന്താണ്? ഇൻ ടേംസ് ഓഫ് വൈ ആണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ കോസ് വൈയുടെ സ്ഥാനത്ത് എന്ത് കൊണ്ടുവരണം? √1 - x² നമ്മൾ കൊണ്ടുവരണം. അപ്പോൾ അതിനെ ആ സ്റ്റെപ്പിലേക്ക് കൊണ്ടുവരാനുള്ള മാനിപ്പുലേഷൻസ് ആണ് നമ്മൾ നടത്തുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് അറിയാവുന്ന റിസൾട്ട് നോക്കുക. അത് നമ്മൾ 10th ട്രിഗ്നോമെട്രിക് റിസൾട്ടായിട്ട് ബേസിക് ഐഡന്റിറ്റി പഠിച്ച റിസൾട്ടാണ്. cos² x + sin² x = 1. അപ്പോൾ ഇവിടെ നമ്മളുടെ ഉള്ളത് എന്താണ്? കോസിൻ്റെ ടേമാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ കോസിൻ്റെ ടേമിനെ വേർതിരിച്ചിരിക്കണം. ദറ്റ് ഈസ് cos² x = 1 - sin² x. ഈ sin² x അപ്പുറത്ത് പോകുമ്പോൾ -sin² x ആവും. therefore cos x is equal to എന്ത് ചെയ്യുന്നു? ഈ സ്ക്വയറിനെ മാറ്റാൻ വേണ്ടി അപ്പുറത്ത് നിന്ന് കൊടുക്കുന്നു റൂട്ട് കൊടുക്കുന്നു. √1 - sin² x കൊടുക്കുന്നു. that is equal to therefore ഇവിടെ എന്താണ്? അവിടെ cos x ആയിരുന്നു. ഇവിടെ നമുക്ക് എന്താ ഉള്ളത്? cos y ആണ്. therefore it can be written as 1/√1 - sin² x ന് സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം? സോറി x അല്ല, ഇവിടെ എന്താണ് വേരിയബിൾ കൊടുത്തേ? y ആണ്. therefore y കൊടുക്കും. that is equal to 1/√1 - sin² y എനിക്ക് sin y the whole square എന്ന് എഴുതാം. therefore sin² y can be written as sin y the whole square. that is equal to 1/√1 ഇന്ന് നോക്കുക. sin y എന്നുള്ളത് എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്? x ആണ് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ. ഈ sin y എന്ന് പറയുന്ന ഈ വില ഈ ക്വസ്റ്റിനെ സംബന്ധിച്ചത് എന്താണ്? അതിന് നമുക്ക് ഏത് വേരിയബിളിട്ട് മാറ്റി എഴുതാം? x ആയിട്ട് മാറ്റി എഴുതാം. നമ്മൾ ഓൾറെഡി ക്വസ്റ്റിനകത്ത് ആ സ്റ്റെപ്പിൽ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. therefore sin y യുടെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം? x കൊടുക്കാം. therefore 1/√1 - x². therefore we can say that if y is equal to sin inverse of x, then dy/dx is 1/√1 - x². അഥവാ മറ്റു രീതിയിൽ പറഞ്ഞാൽ dy/dx of y എന്താ ഇവിടെ? sin inverse of x. that is dy/dx of sin inverse of x is 1/√1 - x². സോ നമ്മൾ എന്ത് ചെയ്തു? ആദ്യം y is equal to sin inverse of നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷൻ എന്തിൻ്റെയാണ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക? ഏത് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനെയാണ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കേണ്ടത്? അതിനുള്ള y ആയിട്ട് എടുത്തു. നമ്മൾ എന്ത് ചെയ്തു? ഇൻവേഴ്സ് മാറ്റി ഇപ്പുറത്ത് കൊണ്ടുപോകും. y is equal to x. രണ്ട് സൈഡിൻ്റെ dy/dx എടുക്കുന്നു. dy/dx എടുത്ത് കഴിയുമ്പോഴത്തേക്കും cos y dy/dx is equal to 1 എന്ന് കിട്ടും. അവിടെ നിന്ന് dy/dxനെ മാത്രം സെപ്പറേറ്റ് എടുക്കുന്നത്. ഇപ്പോൾ dy/dx is equal to 1/cos y. അവിടെ നമ്മൾ എന്ത് എടുക്കുന്നു? പഴയ ബേസിക് ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റി ഉപയോഗിക്കും. that is sin² x + cos² x is equal to 1. therefore cos² x is equal to 1 - sin² x. that is cos x is equal to √1 - sin² x. ഇവിടെ നമുക്ക് എന്താ വേണ്ടത്? cos y ആയിരുന്നു വേണ്ടത്. therefore ഇവിടെ x-ന്റെ സ്ഥാനത്തെല്ലാം എന്ത് കൊടുക്കണം? y കൊടുക്കണം. therefore 1/√1 - sin² y. that is 1/√1 - sin² y ക്ക് വരുന്ന കൊടുക്കാം sin y the whole square എന്ന് കൊടുക്കാം. sin y എന്താണ്? x ആണ്, നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. therefore 1 - x². therefore dy/dx of sin inverse of x is 1/√1 - x². ഇതുപോലെ നമുക്ക് എന്തെങ്കിലും കാൽക്കുലേറ്റ് ചെയ്യാം? cos inverse of x ഡെറിവേറ്റീവ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഐഡന്റിറ്റി സെയിം തന്നെയാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? ഹോംവർക്ക് ആയിട്ട് നിങ്ങൾ ചെയ്യുക. So let's move on to the second question. dy/dx of tan inverse of x calculate ചെയ്യാനായിട്ട്. സോ ഈ ക്വസ്റ്റ്യനുള്ള പ്രത്യേകത എന്താ? ഇവയുടെ റിസൾട്ട് നമുക്ക് ഓൾറെഡി അറിയാം. നമ്മൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്ത് കൊടുത്താൽ മതി? പ്രൂവ് ചെയ്ത് കൊടുത്താൽ മതി. അതാണെങ്കിൽ dy/dx of tan inverse of x എന്താണെന്ന് നമുക്കറിയാം. that is dy/dx of tan inverse of x is 1/1 + x² ആണെന്ന് നമുക്കറിയാം. അപ്പോൾ എന്ത് കൊടുക്കുക? ഈ റിസൾട്ട് നമ്മളൊന്ന് പ്രൂവ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? പഴയ സ്റ്റെപ്പ് തന്നെ എന്തിൻ്റെയാണോ പ്രൂഫ് നമുക്ക് വേണ്ടത് അതിനെ എന്തായിട്ട് അസ്യൂം ചെയ്യുന്നു? y ആയിട്ട് എടുക്കും. that is let y is equal to tan inverse of x. therefore tan y
is equal to x എന്ന് കിട്ടും. Taking derivative on both sides, therefore d by dx of tan y is equal to d by dx of x. ലെഫ്റ്റ് ഹാൻഡ് സൈഡിനെ സംബന്ധിച്ച് ഡെറിവേറ്റീവ് എടുക്കേണ്ട വേരിയബിൾ എന്താണ്? എക്സിലാണ്. ഫംഗ്ഷൻ എന്തിനാണ്? വൈയിലാണ്. therefore ആദ്യം ടാൻ വൈ ഡെറിവേറ്റീവ് കണ്ടതിന് ശേഷം എന്തുകൂടെ മൾട്ടിപ്ലൈ ചെയ്യുക? ഡി വൈ ബൈ ഡി എക്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. therefore ടാൻ വൈ ഡെറിവേറ്റീവ് ഈസ് sec square y into dy by dx is equal to 1. therefore dy by dx is 1 by sec square x. ഇനി നമുക്കറിയാവുന്ന മറ്റൊരു ഐഡന്റിറ്റിയിലേക്ക് നമ്മൾ പോവുകയാണ്. ദാറ്റ് ഈസ് sec square x മൈനസ് tan square x is equal to 1. നമ്മൾ ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റി ആയിട്ട് രണ്ടാമത് പഠിച്ച റിസൾട്ട് ആയിരുന്നു ഇത്. ഫസ്റ്റ് റിസൾട്ട് ഏതായിരുന്നു? സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈസ് ഈക്വൽ ടു 1. അതുപോലെ തന്നെ അതേ ആ റിസൾട്ടുകളുടെ കൂട്ടത്തിൽ നമ്മൾ പഠിച്ച റിസൾട്ടാണ് സീക് സ്ക്വയർ എക്സ് പ്ലസ് ടാൻ സ്ക്വയർ എക്സ് ഈസ് ഈക്വൽ ടു 1 എന്നുള്ളത്. ഇവിടെ നമ്മൾ ന്യൂമെട്രിയിൽ എന്താണുള്ളത്? സീക് സ്ക്വയർ എക്സ് ആണുള്ളത്. അപ്പം എന്തെടുക്കണം? ഇതിനകത്ത് സീക് സ്ക്വയർ എക്സിൻ്റെ വാല്യൂവിനെ എഴുതുക. ദാറ്റ് ഈസ് സീക് സ്ക്വയർ എക്സ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ്. എന്ത് ചെയ്യുക? ആ റിസൾട്ട് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. therefore 1 by 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ്. ഇനി നോക്കുക, ടാൻ സ്ക്വയർ എക്സ് എനിക്ക് എങ്ങനെ എഴുതാം? 1 by 1 പ്ലസ് ടാൻ എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ടാൻ സ്ക്വയർ എക്സിന് എനിക്ക് എങ്ങനെ എഴുതാം? ടാൻ എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. therefore നമുക്ക് എന്ത് പറയാം? ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 1 by 1 പ്ലസ് ടാൻ എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ഇനി നോക്കുക, ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സോറി, സീക് സ്ക്വയർ എക്സ് അല്ലായിരുന്നു, സീക് സ്ക്വയർ വൈ ആയിരുന്നു അല്ലേ? അതാണ് നമുക്കൊന്ന് മാറിപ്പോയി. അപ്പോൾ ഇവിടെ എന്ത് വരും? ഇവിടെയും വൈ വരും, ഇവിടെയും വൈ വരും. അപ്പോൾ ചെയ്യുമ്പോൾ ജസ്റ്റ് തെറ്റൊന്ന് തിരുത്തി എഴുതിയാൽ മതി. therefore ഇവിടെ നമ്മൾ സീക് സ്ക്വയർ വൈ ആയിരുന്നു താഴോട്ട് എടുത്തിരുന്നു. ഞാൻ വേരിയബിൾ മാറി എക്സ് ആയി പോയതാണ്. therefore ഇവിടെ എന്ത് വരും? 1 by 1 പ്ലസ് ടാൻ സ്ക്വയർ വൈ. therefore 1 by 1 പ്ലസ് ടാൻ വൈ ദ ഹോൾ സ്ക്വയർ. ടാൻ വൈ എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്? ടാൻ വൈ ഈസ് എക്സ്. സെക്കൻഡ് സ്റ്റെപ്പിൽ നമുക്ക് കിട്ടും ടാൻ വൈക്ക് നമുക്ക് എന്ത് കൊടുക്കാം? എക്സ് കൊടുക്കാം. therefore the result become 1 by 1 plus x square. that is we can say that d by dx of y എന്താ ഇവിടെ? tan inverse of x. therefore d by dx of tan inverse of x is equal to 1 by 1 plus x square. അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടായിരുന്ന റിസൾട്ട് നമുക്ക് ഓൾറെഡി അറിയാമായിരുന്ന റിസൾട്ട് നമ്മൾ എന്ത് എടുത്തു? പ്രൂവ് ചെയ്തെടുത്തു. that is d by dx for y is equal to tan inverse of x. dy by dx is 1 by 1 plus x square, or d by dx of tan inverse of x is 1 by 1 plus x square. സോ ഇവിടെ നമ്മൾ ഏതൊക്കെ ഫംഗ്ഷൻസിൻ്റെയാണ്? സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സിൻ്റെയും ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ്സ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് അല്ലേ? ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? ബാക്കിയുള്ള റിസൾട്ടുകൾ, അതായത് കോസ് ഇൻവേഴ്സ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ്, സീക്ക് ഇൻവേഴ്സ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ്, കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ഒക്കെ തന്നെ കോട്ട് ഇൻവേഴ്സ് ഓഫ് എക്സിൻ്റെ 4 റിസൾട്ടുകൾ എന്ത് ചെയ്യുക? നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതും കൂടെ ചേർത്ത് വേണം എനിക്ക് എന്ത് പോസ്റ്റ് ചെയ്യാനായിട്ട്? ഹോം അസൈൻമെൻറ്റ് പോസ്റ്റ് ചെയ്യാനായിട്ട്. റിസൾട്ട് ഓൾറെഡി നിങ്ങൾക്ക് അറിയാം. നിങ്ങൾക്ക് എന്ത് മാത്രം കിട്ടിയാൽ മതി? അതിൻ്റെ പ്രൂഫ് മാത്രം കിട്ടിയാൽ മതി. അപ്പോൾ ആ പ്രൂഫ് നമ്മൾ ചെയ്യാനായിട്ട് ആദ്യം എന്ത് ചെയ്താൽ മതി? എന്തിൻ്റെയാണോ ഡെറിവേറ്റീവ് നോക്കേണ്ടത് അതിനെ വൈ ആയിട്ട് അസ്യൂം ചെയ്യുക. ആ ഇൻവേഴ്സ് മാറ്റി ഇപ്പുറത്ത് കൊണ്ടുവരിക. 2 സൈഡിലും ഡെറിവേറ്റീവ് എടുക്കുക. ഡെറിവേറ്റീവ് എടുത്ത ശേഷം ഡി വൈ ബൈ ഡി എക്സ് വരെ കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? ബേസിക് റിസൾട്ടുകളിലേക്ക് പോവാം. ഏതൊക്കെ നമ്മളുടെ ബേസിക് റിസൾട്ട് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്? ഫസ്റ്റ് റിസൾട്ട് ഈ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈസ് ഈക്വൽ ടു 1. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഐഡന്റിറ്റി. സെക്കൻഡ് ഐഡന്റിറ്റി ഈസ് സീക് സ്ക്വയർ എക്സ് മൈനസ് tan square x is equal to 1, and the third identity is cosec square x minus cot square x is equal to 1. ഈ 3 ഐഡന്റിറ്റിയും കൂടെ യൂസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഏതാണോ കംഫർട്ടബിൾ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഏതാണ് ആ സ്റ്റെപ്പിന് നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്, ആ ഐഡന്റിറ്റി യൂസ് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ബാക്കിയുള്ള ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനുകളും ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്. ഇന്ന് ഞാൻ പഠിപ്പിച്ച 2 റിസൾട്ടുകളും 2 പ്രൂഫുകളും 3 ടൈംസ് വെച്ച് എഴുതി പഠിച്ച് അത് കൂടാതെ എഴുതി പഠിക്കണം. അത് കൂടാതെ എന്തും കൂടെ
ഞാൻ ബാക്കി പറഞ്ഞിട്ടുള്ള 4 റിസൾട്ടുകൾ 4 പ്രൂഫുകൾ ഏതൊക്കെയാണ്? കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ്, കോസീക്ക് ഇൻവേഴ്സ് ഓഫ് എക്സ്, സീക്ക് ഇൻവേഴ്സ് ഓഫ് എക്സ് ആൻഡ് കോട്ട് ഇൻവേഴ്സ് ഓഫ് എക്സ്. ഈ 4 റിസൾട്ടുകളും കൂടെ പ്രൂവ് ചെയ്ത്, ഈ 4 ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനുള്ള റിസൾട്ടും പ്രൂവ് ചെയ്ത്, ഏത് ഐഡൻറ്റിറ്റി ഉപയോഗിച്ച് ഈ 3 ഐഡൻറ്റിറ്റി യൂസ് ചെയ്ത് അത് പ്രൂവ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക, എലോങ് വിത്ത് ഈ 2 പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്ത് അതിനും കൂടെ ചേർക്കുക. ഈ ഹോംവർക്ക് 4 കൂടാതെ ഈ 2 വർക്ക്ഔട്ട് ചെയ്ത ഈ 2 വർക്ക്ഔട്ട് ചെയ്ത പ്രോബ്ലംസ് 3 തവണ എഴുതി പഠിച്ചതിന് ശേഷം എനിക്ക് എന്ത് ചെയ്യുക, അത് ഹോം അസൈൻമെൻറ്റായിട്ട് വാട്സ്ആപ്പ് ചെയ്യുക. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് സെഷൻ. താങ്ക് യു.